ഇലയ്ക്ക് വേണ്ടിയും കായ്ക്ക് വേണ്ടിയും മുരിങ്ങ 2 രീതിയിലാണ് വളർത്തേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ? ഓറഞ്ചിലുള്ളതിന്റെ 4 ഇരട്ടി വൈറ്റമിൻ സി മുരിങ്ങയിലയിലുണ്ടെന്നും അറിയാമോ? നമുക്ക് പ്രകൃതി തന്നിട്ടുള്ള ഒരു വരദാനമായ മുരിങ്ങച്ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. കേരളത്തിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികളിൽ ഏറ്റവും അധികം പോഷകഗുണമുള്ള ഒരു വിളയാണ് മുരിങ്ങ. ഇലയും പൂവും കായും എല്ലാം പച്ചക്കറിയായി ഉപയോഗിക്കാൻ പറ്റുമെങ്കിലും ഏറ്റവും കൂടുതൽ പോഷകഗുണമുള്ളത് മുരിങ്ങയുടെ ഇലയിലാണ്. മുരിങ്ങ ഇലയിൽ പാലിനേക്കാൾ 7 മടങ്ങ് കാൽസ്യവും ഓറഞ്ചിനേക്കാൾ 4 മടങ്ങ് വൈറ്റമിൻ സിയും ഉണ്ട്. വരണ്ട കാലാവസ്ഥ ഇഷ്ടപ്പെടുന്ന മുരിങ്ങ നമ്മുടെ വീട്ടുവളപ്പിൽ വളരെ ഈസിയായി നട്ടുവളർത്താം. ചെടിമുരിങ്ങ എന്ന് വിളിക്കുന്ന ഒരാണ്ടൻ മുരിങ്ങ വിത്ത് ഉപയോഗിച്ചാണ് നടുന്നത്. നന്നായി മൂത്ത കായിൽ നിന്നും വിത്ത് ശേഖരിച്ച് 12 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത ശേഷം നടാം. മരമായി വളരുന്ന നാടൻ മുരിങ്ങ ഇനങ്ങൾ കമ്പ് ഉപയോഗിച്ചാണ് നടുന്നത്. 1.5 മീറ്റർ നീളവും കൈയുടെ വണ്ണവുമുള്ള കമ്പുകളാണ് നടാൻ നല്ലത്. 1.5 അടി ആഴത്തിൽ കുഴിയെടുത്ത് 10 കിലോഗ്രാം ജൈവവളം മേൽമണ്ണുമായി മിക്സ് ചെയ്ത് നിറച്ച ശേഷം ആ കുഴിയിൽ കമ്പ് നടാം. മഴക്കാലത്തിന് തൊട്ട് മുമ്പ് നടുന്നതാണ് നല്ലത്. മഴവെള്ളം മുകളിൽ തങ്ങി നിന്ന് കമ്പ് ചീഞ്ഞു പോകാതിരിക്കാൻ ഒരു പോളിത്തീൻ കവർ മുകളിൽ കെട്ടിവെക്കുന്നത് നല്ലതാണ്. മഴക്കാലത്ത് ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കരുത്. ഒരാണ്ടൻ മുരിങ്ങ നട്ട് 9-10 മാസം ആകുമ്പോഴേക്കും പൂവിടും. നാടൻ ഇനങ്ങൾ കുറച്ചുകൂടി താമസിക്കും. പൂവിടാനും കായ്ക്കാനും വെള്ളത്തിന്റെ ആവശ്യമില്ല. ഇലയ്ക്ക് വേണ്ടിയാണ് നട്ടു വളർത്തുന്നതെങ്കിൽ ഇടയ്ക്കിടെ നനച്ചു കൊടുത്താൽ ധാരാളം ഇലകൾ ഉണ്ടാകും. കായ്ക്ക് വേണ്ടി മുരിങ്ങ വളർത്തുമ്പോൾ ഒട്ടും നന കൊടുക്കരുത്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് മുരിങ്ങ പൂക്കുന്നത്. ആ സമയത്ത് നനച്ചാൽ മുരിങ്ങ പൂക്കാതിരിക്കും. കായ്കൾ പറിച്ചെടുത്ത ശേഷം 1 മീറ്റർ പൊക്കത്തിൽ വെച്ച് കമ്പ് മുറിച്ചു മാറ്റിയാൽ താഴെ നിന്ന് ധാരാളം ശിഖരങ്ങളുണ്ടായി ഒരുപാട് കായ്കൾ ഉണ്ടാകും. വീഡിയോ പ്രയോജനപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ഗാർഡൻ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.